ഒരു ഇന്ദിരാ ഗാന്ധി നടപ്പിലാക്കാൻ പോകുന്നില്ല കേട്ടോ കേരളത്തിൽ. ഒരു ഇന്ദിരാഗാന്ധി നടപ്പിലാക്കാൻ പോകുന്നില്ല. ധനകാര്യ വിദഗ്ധനാണ് എന്ന് പറയുന്നത് വലിയ പൊങ്ങച്ച പറഞ്ഞിട്ട് കാര്യമില്ല. ധനകാര്യ വിദഗ്ധൻ എന്ന് പറയുന്ന പവർ കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട സംവിധാനമാണ്. അത് നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ ഇനി ഇത് നിങ്ങൾ 800 കോടിക്ക് കരയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾ എങ്ങനെയായി വിദ്യാർത്ഥികൾ 1000 രൂപ കൊടുക്കുക? ഇനി അങ്ങനെ നിങ്ങൾ 25 ലക്ഷം രൂപയുടെ അപ്പൊ നിങ്ങൾ പറയണം കേരളത്തിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. പറയില്ലല്ലോ. ഒരു ഇന്ദിരാഗാന്ധി നടപ്പിലാക്കാൻ പോകുന്നില്ല കേട്ടോ കേരളത്തിൽ. ഒരു ഇന്ദിരാഗാന്ധി നടപ്പിലാക്കാൻ പോകുന്നില്ല. ആൻ്റെപ്പോ ഒരു നിവൃത്തിയില്ല ആൻ്റെപ്പാ. ഈ 5 കൊല്ലം ഇങ്ങനെ കരയല്ലാതെ ഒരു നിവൃത്തിയില്ല. നീ ഇവൻ്റെ ഒരു ദേഷ്യവും വാശിയും നോക്കാണ് നിങ്ങളല്ലേ. എന്നുവെച്ചാൽ കോൺഗ്രസിനോടുള്ള ഒരു വിരോധം എത്രത്തോളം ഉണ്ടെന്നില്ല ഇവൻ്റെ ആ ഒരു സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കോൺഗ്രസ് വിരോധം സഖാക്കളെ ഇവൻ കഴിഞ്ഞ സഖാക്കൾ ഇത്രത്തോളം പറഞ്ഞ് പറ്റിച്ചൊരു വ്യക്തി വേറല്ല. കോൺഗ്രസ് എവിടെ? ആൻ്റെപ്പോ ഞങ്ങൾ ഇത് ഭരണത്തിൽ കയറിയിട്ടുണ്ട്, ഞങ്ങളിത് നടപ്പിലാക്കുകയും ചെയ്യും, എല്ലാം കൊണ്ടുവരികയും ചെയ്യും. നീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് നീ എന്താ പറഞ്ഞത്? കോൺഗ്രസ് എവിടെ ജയിക്കാനാണ്? കോൺഗ്രസ് 10-50 സീറ്റ് ഒറ്റക്ക് പിടിക്കണം. കോൺഗ്രസ് എവിടുന്ന് പിടിക്കാനാണ്? കോൺഗ്രസ് എങ്ങനെ വിജയിക്കാനാണ്? ആൻ്റെപ്പോ അതൊക്കെ ഞങ്ങൾ മറികടന്നില്ലേ? ഇതും ഞങ്ങൾ മറികടക്കും. നീ വെയിറ്റ് ചെയ്യാൻ്റെപ്പാ. നിൻ്റെയൊക്കെ ലൈഫ് ഇങ്ങനെ 5 കൊല്ലം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. ഈ 5 കൊല്ലം നീ കരഞ്ഞ് തീർക്കണ്ടേ? പക്ഷെ നീ ആലോചിച്ചോ, നിൻ്റെ കേസ് ഉണ്ടല്ലോ ആൻ്റെപ്പോ. ഞങ്ങളൊക്കെ ജീവനോടുണ്ടെങ്കിൽ നീ കട്ട മുതൽ KM ഷാജി പറഞ്ഞാൽ കട്ട മുതൽ ഞങ്ങൾ കക്കിച്ചു കണ്ടേ. ഇത് പിണറായി വിജയനല്ല ആഭ്യന്തരം ഭരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. നീ കട്ട മുതലുണ്ടല്ലോ ഞങ്ങൾ കക്കിച്ചു നിന്നെ കൊണ്ട് കണ്ട ആൻ്റെപ്പാ. നിൻ്റെ ഈ വാശിയും വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, ഇതിനൊന്നും അധികം ആയുസില്ല ആൻ്റെപ്പാ. ക്ഷമിക്ക്, ഞങ്ങൾ നടത്തണത് കാണിച്ചു തരാം ആൻ്റെപ്പാ. നീ ഇങ്ങനെ ബേജാറാവണം എന്തിനാണ്? കാത്തിരുന്ന് കാണാം കേട്ടോ.